പേരെങ്ങനെയായിരുന്നു? അഖിൽ. എവിടെ സ്ഥലം? കൊല്ലം. നമസ്കാരം. കോട്ടക്കുളങ്ങര ചമയവിളക്ക് ഉത്സവം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചമയവിളക്ക് ഉത്സവത്തിൽ ഈ ആണുങ്ങളെ പെൺവേഷം കെട്ടി വരുന്ന ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരമുണ്ട് അവിടെ. അങ്ങനെ വന്ന് ആണുങ്ങൾ പെൺവേഷം കെട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊല്ലം നമ്മുടെ ചവറ ഭാഗത്തുള്ള ഒരു ക്ഷേത്രമാണ്. കോട്ടക്കുളങ്ങരയാണ് യഥാർത്ഥ സ്ഥലം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയാൻ വന്നത്, ഇവിടെ കുറെ ആണുങ്ങൾ പെൺവേഷം കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാനിത് കുറെ ഫേസ്ബുക്കിൽ ഞാൻ നോക്കി, കുറെ ആണുങ്ങൾ ഇങ്ങനെ പെൺവേഷം കെട്ടി വന്ന് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ വരുന്നവർ വരെ ഉണ്ട്. സത്യം പറഞ്ഞത് ആണാണോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും. അതുപോലെ പെൺകുട്ടികളെല്ലാം മാറി നിൽക്കേണ്ടതായിട്ട്, പെൺകുട്ടികൾ പോന്ന് പറയും. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ആൺകുട്ടികൾ, അത്രയ്ക്ക് സ്ത്രീ സൗന്ദര്യമുള്ള ആൺകുട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ഞാൻ കുറച്ച് റീൽസ്, അവരുടെ റീൽസ് ഞാൻ ഇവിടെ കൊടുക്കും. നിങ്ങൾ നോക്കി, ഒന്നിനൊന്നിനും മെച്ചമാണ്. മനസ്സിലാവും? ഒന്നിനൊന്നിനും മെച്ചം. അതായത് ഈ പറയുന്ന പെൺകുട്ടികളെ 7 അയലത്ത് വരത്തില്ല, അത്രയ്ക്ക് സൗന്ദര്യം. ആൺകുട്ടികൾ പെൺവേഷം കെട്ടുമ്പോൾ ഉണ്ടെന്ന ആ സൗന്ദര്യം എന്ന് പറയുന്നത്, പെൺകുട്ടികൾ അതിന്റെ ഒരു 7 അയലത്ത് വരാൻ പറ്റാത്തത്ര ഒരു സൗന്ദര്യമാണ് അതിനകത്ത് കണ്ടത്. ആ റീൽസ് കൊടുക്കുക. അതിന് മുമ്പ് അവിടെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. ജാസി, നമുക്കറിയാം, ട്രാൻസ്ജെൻഡറായ ജാസിയുമായിട്ടുള്ള വിഷയം. അതിനകത്ത് പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് അവിടെ തോന്നിയ ഒരു വിഷയം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇവിടെ സംഭവം, എനിക്ക് ഞാനൊരു മൊത്തത്തിൽ ആ റീൽസും കാര്യങ്ങളും കണ്ടപ്പോ, ഇവിടെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു? പെൺവേഷം കെട്ടിയാണ് വരുന്നത് ആണല്ലോ. ജാസി അവിടെ പറയുന്നത്, ഞാൻ അങ്ങനെയുള്ള മനുഷ്യനല്ല, ഞാൻ ഓൾറെഡി ട്രാൻസ്ജെൻഡർ ആണ് എന്നാണ് ജാസി പറയുന്നത്. അപ്പൊ ജാസിയുടെ ഈ വേഷവിധാനങ്ങൾ കണ്ടപ്പോ മേ ബി അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, ഇവളൊരു ആണാണ്, ഇവൾ ഈ പറഞ്ഞ പെൺവേഷം കെട്ടി വന്നത് കൊണ്ട് വിളക്കെടുത്തുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. പക്ഷെ ഇവർക്ക് അറിഞ്ഞുകൂടാ. കാരണം ജാസി ഇങ്ങനെ തന്നെയാണ് ഇതിനു വേണ്ടി. കാരണം ഈ ജാസിയുടെ രൂപങ്ങളൊക്കെ കാണുമ്പോൾ ആണ് പെൺവേഷം കെട്ടി വന്നതായിട്ടായിട്ട് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവാം. ചില ഞരമ്പന്മാരെ ഇതിന്റെ ഇടയിൽ ഉണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ജാസി പൊതുവെ ഇങ്ങനെ തന്നെയാണ് എന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാതെ ഉണ്ടായ ഇഷ്യൂ ആണെന്നാണ് എനിക്കിതിൽ തോന്നുന്നത്. അവരതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്, പക്ഷെ അതിനകത്ത് കയറുന്ന ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നെങ്കിൽ ഈ വിളക്കും കൊണ്ട് അതിനകത്ത് കയറാതെ നമ്മുടെ ആചാരമാണെന്ന് അവരതിനകത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ജാസി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ജാസിയുടെ ഡ്രസ്സും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. അത് ചിലപ്പം മനസ്സിലാവാതെ പോയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന കുറച്ച് പുരുഷ സുന്ദരികളെ നമുക്കൊന്ന് കണ്ടാലോ? ഒരു രക്ഷയില്ലാത്ത പുരുഷ സുന്ദരികൾ. ആദ്യം ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യം കേൾപ്പിച്ചു തരാം. നിങ്ങൾ ആദ്യം അതൊന്ന് കാണുക കേട്ടോ. ഇത് ഒന്ന് കണ്ടു. ഓക്കെ. പേരെങ്ങനെയായിരുന്നു? അഖിൽ. എവിടെ സ്ഥലം? കൊല്ലം. കൊല്ലം തന്നെ. എല്ലാ വർഷവും വരാറുണ്ടോ? രണ്ടാമത്. ഓക്കെ. ഈ വേഷം കിട്ടുമ്പോ ഇപ്പൊ ഭക്തിയുടെ പേരിലാണ്, അപ്പോ കളിയാക്കും അങ്ങനത്തെ എന്തെങ്കിലും തോന്നുന്നൊന്നുമില്ല? ആഗ്രഹസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. രസമായിട്ടുണ്ട്. അതിനകത്ത് വന്ന ഒരു കമന്റ് ഉണ്ട്, വരൂ ഗേൾസ് നമുക്ക് പോയി കിണറ്റിൽ ചാടാം. സത്യം പറഞ്ഞാൽ ഈ സൗന്ദര്യം കാണുമ്പോൾ ഗേൾസുകൾക്ക് അങ്ങനെ തോന്നിപ്പോവും. ഗേൾസ് പോലും ഈ അമിതമായി, ചിലവരുണ്ടല്ലോ അമിതമായി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്ന്, ഇതൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ. ഞാൻ ഇതൊരു പെൺകുട്ടിയാണെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് അറിയുന്നത് ഇതൊരു സംഭവം പെൺകുട്ടി അല്ല, ഇത് ആൺകുട്ടിയാണ്. ആ പെണ്ണിന്റെ വേഷം കെട്ടി വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കിയത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത്രയ്ക്ക് സൗന്ദര്യമാണ് എടുത്ത്. ഇനി അടുത്ത മറ്റൊരു റീലും കൂടി നമുക്ക് കാണാം. പേരെങ്ങനെയായിരുന്നു? എവിടെ സ്ഥലം? ശങ്കരമംഗലോ? ഇവിടെയാണല്ലേ? ഓ, നാടിന്റെ അവിടെ ഒരു ശങ്കരമംഗലം ഉണ്ടായിരുന്നു. എത്ര നാളായി? ആദ്യമായിട്ടാണോ? 1 വയസ്സ്. 1 വയസ്സ് തൊട്ടോ? അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? 9. എന്താ 1 വയസ്സ് മുതൽ എന്തോ പറഞ്ഞ ദേവന്തനോ അങ്ങനെ എന്തോ പറഞ്ഞു പേര്. അതും ആൺകുട്ടിയാണ്. പിന്നീട് ഈ പറഞ്ഞ 1 വയസ്സ് കൊണ്ട് ഈ പെൺവേഷം കെട്ടി വരുന്നു. ഇപ്പോൾ 9 വയസ്സായി. ഇപ്പൊ 9 വർഷം കൊണ്ട് ഈ പയ്യൻ ഈ പെൺവേഷം കെട്ടി വരുന്നത്. അമ്മയാണ് ഇതിനെ ഒരുക്കി വരുന്നത്. കാരണം ഇതെല്ലാവരും ഒരു ആചാരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് വിശ്വസിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത് കേട്ടോ. അടുത്ത മറ്റൊരു പുരുഷ സൗന്ദര്യം നമുക്ക് കാണാം. ഞാൻ ഒരു പെൺകുട്ടിയെ പോലെ കറക്റ്റായിട്ട് തോന്നുന്നു. അപ്പൊ ശരിക്കും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഷെഫാണ്. പേര്? നന്ദൻ. ഇത് ഫസ്റ്റ് ടൈം ആണോ എടുക്കുന്നത്? അതെ, ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ രീതിയിൽ ഒരു പെൺകുട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി വന്നപ്പം ഈ ആൾക്കാർ തിരിച്ചറിഞ്ഞ് സെൽഫി ഒക്കെ എടുക്കാനായിട്ട് വരുന്നത്
ആ ഒരുപാട് പേര് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് മറ്റുള്ളവരുടെ റെസ്പോൺസ്? ആ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഈ ഡ്രസ്സ് സാരിയും കാര്യങ്ങളും സ്വന്തമായിട്ട് സെലക്ട് ചെയ്താണോ? അതെ അതെ ഞാൻ തന്നെയാണ്. ഓർണമെന്റ്സും? അതെ ഞാൻ തന്നെയാണ്. മേക്കപ്പ് ചെയ്തിരിക്കുന്നത്? മേക്കപ്പ് എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്റർ ഒരു ബുട്ടീക്ക് നടത്തുന്നുണ്ട്. ഈ മേക്കപ്പ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയാണോ കണ്ണിൽ ഇത് വെച്ചിരിക്കുന്നത്, ലെൻസ് വെച്ചിരിക്കുന്നത്? അതെ അതെ അതെ. ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു താങ്ക് യു. അമ്മയാണോ? ആ അമ്മയാണ്. അമ്മ കൂടെ എങ്ങനെയുണ്ട് മോനെ ഈ ഒരു ഈ രീതിയിൽ കണ്ടപ്പോഴത്തേക്ക്? സന്തോഷം. ഞെട്ടി. അമ്മയുടെ ആഗ്രഹത്തിന്റെ ഇതായിട്ടാണോ ഇങ്ങനെ ഈ വിളക്കെടുത്ത്? എന്റെയും അവന്റെയും. അവനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് വന്ന് എൻ്റെ കൂടെ വന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം മോനെ. താങ്ക് യു. പേര് നന്ദൻ എന്നാണ്, ഒരു ഷെഫാണ്. കണ്ടോ എന്ത് സൗന്ദര്യമായിട്ട്, ഇത് സുന്ദരിയായിട്ട് നിൽക്കുന്നതല്ലേ. ഇനിയുണ്ട് കേട്ടോ. അപ്പോ എനിക്ക് ഞെട്ടുന്നത് ഈ അമ്മമാര് തന്നെ ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, അമ്മമാര് തന്നെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു സംഭവം, ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇതെന്താണ് സംഭവം? പേരെന്താ? വീട് ഇവിടെ തന്നെ. ഇതെന്താ ബാക്കിലോട്ട് ഇറങ്ങുന്നു? കാവ്യ, ഇത് പെൺകുട്ടി തന്നെയാണ്. ഇതെന്തിനാണ് ഇതിന്റെ ഇടയിൽ കയറി എങ്ങനെ കയറി ഒന്നും അറിയില്ല. എന്തായാലും ബാക്കിലോട്ട് നടക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ ബാക്കിലോട്ട് നടക്കുന്നുണ്ട്. ആ ശരി, ഓക്കെ. അടുത്തത് ഫസ്റ്റ് ടൈമാണോ ചമയവിളക്കിന് വരുന്നത്? ഫസ്റ്റ് ടൈം. കറക്റ്റ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പെൺകുട്ടിയെ പോലെ തന്നെയുണ്ട്. കണ്ണാടി നോക്കിയായിരുന്നോ ഇത് അണിഞ്ഞിരിക്കുന്നതിന് ശേഷം? ആ നോക്കിയായിരുന്നു. എന്ത് തോന്നി ആ നിമിഷം? വലുതായിട്ടൊന്നും തോന്നിയില്ല. ഹാപ്പിയായോ? ആ ആദ്യം ഇവിടെ വരുമ്പോൾ ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ടൈമാണോ അതോ? ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. സാരി കുടിപ്പിച്ചത് അമ്മയാണോ? ആ അമ്മയുടെ സാരിയാണോ? അല്ല, പുതിയ മേടിച്ച്. പഠിക്കുവാണോ? ആ എത്രാം ക്ലാസ്സിലാണ്? ഇനി 10ലോട്ട്. ആഗ്രഹം സാധിക്കാനാണോ ഈ ഇത് അമ്മയുടെ ആഗ്രഹത്തിനായിരുന്നു. അമ്മയ്ക്ക് ആഗ്രഹം ഒരു നേർച്ച, എൻ്റെ ഒരു നേർച്ചയായിരുന്നു മോനെ കൊണ്ടൊന്ന് എടുപ്പിച്ചേക്കാന്ന്. ഈ രൂപത്തിൽ കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഒരുക്കാൻ തോന്നി, സത്യം പറഞ്ഞാൽ. ഇത് പിന്നെ ഇത് 10ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന കൊച്ചാണ്. അമ്മയുടെ ആഗ്രഹമായിരുന്നു എന്ത് ചെയ്ത് ഈ സംഭവം ഇങ്ങനെ വരും. ഞാൻ ആലോചിക്കുന്നതല്ല, ഈ ആൺകുട്ടികൾ ഈ പെൺവേഷം കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൗന്ദര്യം മനസ്സിലായി നമുക്ക് ഒരിക്കലും മനസ്സിലാകാൻ പറ്റാത്ത രീതി. നമ്മൾ സിനിമയിലൊക്കെ കുറെ ഇതുപോലൊക്കെ പെൺവേഷങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരിക്കലും അത് ആൺകുട്ടിയാണ് എന്ന് പറയാനും കൂടി പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഒരു സൗന്ദര്യമാണ്, ഒരു എന്താണ് പുരുഷനിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീ സൗന്ദര്യമാണ് ഇപ്പം പുറത്ത് കാണുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ പോയി കിണറ്റിൽ ചാടുവോ? കണ്ടോ, പയ്യന്മാരൊന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ, ആണുങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ആണുങ്ങൾ എന്താണ് വലിയ അടുത്ത് ഒരുക്കവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഷർട്ട് എടുത്തിട്ട് പൗഡർ ഇടാത്തവർ, ഞാൻ പൗഡർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇടാറില്ല. അപ്പൊ അങ്ങനെ ഇട്ടു അങ്ങനെയുള്ളവരാണ് പുരുഷന്മാർ. പെൺകുട്ടികളുടെ കേസ് അവർ ഒരുങ്ങി ഒരു മണിക്കൂർ വരെ ഒരുങ്ങിയിട്ട് ശേഷമാണ് അവർ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. ഇവിടെ കണ്ടോ, പുരുഷന്മാർ ഒരുങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ പെൺകുട്ടികളൊന്നും പുരുഷന്റെ 7 അയലത്തെത്തില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവം കണ്ട് ഞെട്ടി. ഇത്രയും സൗന്ദര്യം, ഇത്രയും ഒരു സ്ത്രീ സൗന്ദര്യം പുരുഷന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ ഒരു ഞെട്ടലും സന്തോഷം ഒക്കെയാണ്. അതിനോടൊപ്പം അമ്മമാരാണ് ഇതിന് പ്രോത്സാഹനം നടത്തുന്നത്, കൊടുക്കുന്നത് എന്നൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.